എഴുത്തുകാരുടെ രാഷ്ട്രീയ വിമർശനം നല്ല പ്രവണതയെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. സുകുമാർ അഴീക്കോടിന് ശേഷം ശക്തമായ രാഷ്ട്രീയ വിമർശനം ഉണ്ടായിട്ടില്ല. MD ഇതിനൊരു മാറ്റം വരുത്തുകയാണ്. വിമർശനത്തെ അനുകൂലമോ പ്രതികൂലമോ ആക്കുന്നതിന് പകരം അതിൻ്റെ മർമ്മം മനസ്സിലാക്കുകയാണ് വേണ്ടതെന്നും പി എസ് ശ്രീധരൻപിള്ള പ്രതികരിച്ചു. വെരി ഗുഡ് മോർണിംഗ് SKN സാഹിത്യ നായകന്മാർ, സാംസ്കാരിക നായകന്മാർ സർക്കാരിനെ, ഭരണകൂടത്തെ വിമർശിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ പിന്നിട്ട് കണ്ടത്. MT വിമർശിച്ചു, തൊട്ടുപുറകെ മുകുന്ദന് വിമർശിക്കുന്നു. മാത്രവുമല്ല, ഇതിൽ കേന്ദ്രത്തെയാണോ സംസ്ഥാനത്തെയാണോ വിമർശിക്കുന്നത് എന്നുള്ള തർക്കം നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, നിയമപണ്ഡിതൻ ഒക്കെയായ ഗവർണർ PS ശ്രീധരൻപിള്ള, ഗോവ ഗവർണർ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാർ, പ്രമുഖർ ഭരണകൂടത്തെ തിരുത്തുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ പേരിൽ ഇപ്പോൾ രാഷ്ട്രീയ തർക്കങ്ങൾ നടക്കുന്നു. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇതൊരു നല്ല പ്രവണതയാണ്. കാരണം സാഹിത്യരംഗത്തുള്ളവർക്ക് ഒരു നാടിന് ദിശാബോധം നൽകാൻ സാധിക്കും. കേരളത്തിലും അതായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സാഹിത്യരംഗത്തുള്ളവർ, പ്രത്യേകിച്ച് സുകുമാർ അഴീക്കോട് സാറിൻ്റെ മരണത്തിന് ശേഷം ആരും കാലിക പ്രശ്നങ്ങളെ ഗൗരവത്തോടെ പ്രതികരിക്കാത്തൊരവസ്ഥ കേരളത്തിലുണ്ടായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു മാറ്റമാണ് MDയിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് മുഴുവൻ വായിച്ചപ്പം ഒരു കാര്യം, നമ്മുടെ രാജനൈതിക രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് മൂല്യച്യുതി, അത് ഏറ്റവും ആഴത്തിലേക്ക് പോകുന്ന അപകടകരമായ പ്രവണത കണ്ടപ്പോൾ മധ്യവയോധികനായ നമ്മുടെ എല്ലാം കേരളത്തിൻ്റെ പുണ്യമായ MD പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രത്യാരോപണത്തിനപ്പുറത്തേക്ക് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏകാധിപത്യ പ്രവണതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃതലത്തിൽ ഒരു വലിയ ആലോചനയ്ക്ക് ഇടയാക്കേണ്ടതല്ലേ? മാത്രമല്ല, അത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഒരു കാര്യമാണല്ലോ. അല്ല, അതൊക്കെ ഒരു ഇൻ്റർപ്രിട്ടേഷൻസ്, വ്യാഖ്യാനങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, റഷ്യൻ വ്യവസ്ഥ എന്തുകൊണ്ട് തകർന്നു? MD ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതാരാ? 92-ന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞിപ്പം വൈ സോവിയറ്റ് സിസ്റ്റം വാസ് ഫെയിൽഡ് എന്നുള്ളതിന് ആധികാരികമായി ഇന്ത്യയിലോ, ഞാനതിനെ രാഷ്ട്രീയമായിട്ടല്ല കുറ്റപ്പെടുത്തുന്നത്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഗവേഷണം നടത്തുന്നവർക്ക് അക്കാദമിക് തലത്തിലെങ്കിലും ഒരു വിശദീകരണം ലഭിക്കണ്ടേ? എന്തുകൊണ്ട് തകർന്നു എന്നുള്ളതിന് റഷ്യൻ അല്ലെ ബന്ധപ്പെട്ട അന്നത്തെ സംവിധാനം പറഞ്ഞിട്ടുണ്ടോ? ഔപചാരികം പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ ഓരോ സമ്മേളനങ്ങളും വിദേശ പ്രമേയവും അതിൽ പണ്ടത്തെ നാണി വിലാപമൊക്കെ ഞാൻ ഓർക്കുകയാണ്. സോവിയറ്റ് എന്നൊരു നാടുണ്ടല്ലോ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യമെന്ന് പറഞ്ഞിട്ടാണ് നാണി വിലപിക്കുകയാണ് നെഞ്ചത്തിടിച്ചിട്ട്. അപ്പോൾ ആ മധുര മനോഹര ചൈന എന്ന് പറഞ്ഞ ONVയുടെ ഒക്കെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന അവസരം, ഞാനത് അവരെ പഴിക്കുകയല്ല. ആ കാലഘട്ടത്തിൽ അതായിരുന്നു അവരുടെ നിലപാടുകൾ, അവർക്ക് അവരുടെ ന്യായീകരണമുണ്ട്. പക്ഷേ ഇപ്പോഴിതിനെപ്പറ്റി ഒന്നും, എന്തുകൊണ്ട് സോവിയറ്റ് സിസ്റ്റം തകർന്നു എന്ന ചോദ്യത്തിന് ആധികാരികമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോഴും ആർക്കും സാധിച്ചിട്ടില്ല. MD അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇപ്പോൾ അഴീക്കോട് സാറിൻ്റെ മരണശേഷം അഴീക്കോട് അത് പറഞ്ഞിരുന്നു. അഴീക്കോട് വിമർശിക്കാത്ത ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടായിട്ടില്ല. ഒരാളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് സ്വന്തം പാർട്ടി പരാജയപ്പെട്ടപ്പം ചിരിച്ചതിനെപ്പറ്റി കൊലച്ചിരി എന്ന് പറഞ്ഞത് MD പറഞ്ഞത് അഴീക്കോട് സാറാണ്. അതുപോലെ ഞാൻ സമ്പന്നൻ്റെ കല്യാണത്തിന് പോവില്ല എന്ന് പറഞ്ഞത് MD ആണ്, അഴീക്കോട് സാറാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നിരുന്ന ഒരു സ്ഥലത്തൊരു വലിയ ശൂന്യതയാണ്. ആ ശൂന്യത നികത്താൻ ഒരു നല്ല സമാരംഭം കുറിക്കാൻ MDക്ക് കഴിഞ്ഞു. ഒരു തിരുത്തൽ ശക്തിയായി സാംസ്കാരിക, സാഹിത്യ, കലാരംഗത്തുള്ളവരുടെ പ്രതിഭകളെങ്കിലും മുന്നോട്ട് വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യാശ നൽകുന്ന ഒന്നായി ഞാനതിനെ കാണുന്നു. മറ്റൊരു കാര്യം, ഈ കേരളത്തിലെ സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ പോവുകയാണ്. ഇത് കേരളത്തിനൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. കാരണം രണ്ടു കൂട്ടരുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഒരു മധ്യസ്ഥ വേഷത്തിൽ അങ്ങേക്ക് ഇടപെടാൻ പറ്റും കേരളത്തിന് വേണ്ടി? ഭരണഘടനയുടെ ഒരു ചുമതല വഹിക്കുന്ന ആളിന് പരിമിതികളുണ്ട്. ആ പരിമിതിയുടെ അത് തടവെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പരിമിതി നിന്നുകൊണ്ട് ഞാൻ അഭിപ്രായപ്പെടണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. എല്ലാവർക്കും സർവശക്തൻ സദ്ബുദ്ധി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. SKN വളരെ കൃത്യമായി ഒന്ന്, ഈ MT ഒരു നല്ല തുടക്കമാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ സാഹിത്യ സാംസ്കാരിക രംഗം രാഷ്ട്രീയ നേതൃത്വത്തെ, ഭരണ നേതൃത്വത്തെ കൃത്യമായി വിമർശിച്ചിരുന്നു. അതില്ലാതെ പോയതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുപോലെ തന്നെ ഈ ഭരണഘടനയുടെ പരിമിതിയുള്ളതുകൊണ്ട് കേരളത്തിലെ ഗവർണർ സർക്കാർ പോരിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. എല്ലാവർക്കും സദ്ബുദ്ധി നൽകട്ടെ എന്നാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നമ്മളോട് പങ്കുവച്ചത്. SKN.